അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ തൃശ്ശൂർ പോകട്ടോ ഒറ്റയ്ക്ക്. ഇവിടെ അഭിയേട്ടൻ ചിരിക്കുന്നു. ഞാൻ ആരുമില്ലാണ്ട് പോവില്ല. നിങ്ങൾക്കും അറിയാലോ, എനിക്കും ചിരി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ പോണത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പാർവതി. അപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ്സിലാണ് പോണത്. അത് മാത്രമല്ല, ഇന്ന് ഞാൻ പോണത് എന്താണെന്നറിയില്ലേ, ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ്, ഒരു 1 ഇയർ കോഴ്സ്. ഒരു വട്ടം ഞാൻ ലൈവിലും വീഡിയോസിലൊക്കെ നിങ്ങളോട് പറയാറില്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവളെ കൂടെ ഒന്ന് അന്വേഷിക്കാൻ പോണതാട്ടാ. പിന്നെ നമ്മുടെ ഗവൺമെൻറ് പോളിയിൽ അഡ്മിഷൻ ഉണ്ട്, ചിലപ്പോൾ അതിനും കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പ് ഗേൾസ് ഡേ ഔട്ട്, അതാണ്. പോയിട്ട് നോക്കിയിട്ട് വരാം. മേക്കപ്പും കാര്യങ്ങളൊക്കെ കുട്ടിയൊക്കെ ഇളകി പോകുന്ന തോന്നുന്നുണ്ട്. വെയിലത്താവും, ഇന്ന് നല്ല വെയിലുണ്ട്. കുട എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. പോണ വിശേഷങ്ങൾ പാർവതിനൊക്കെ കാണിച്ചു. ബൈ ബൈ ടാറ്റാ. അതെ, ഇവിടെ നിന്നിട്ടിട്ട് ഞാൻ വോയിസ് തരാട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ പോണത് ബസ്സിലും പിന്നെ നല്ല തിരക്കുള്ളൊരു സ്ഥലത്തേക്ക് പോണേ. ഒന്നുമില്ല, നമ്മുടെ തൃശ്ശൂർക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല ശബ്ദ മലിനീകരണം ഉണ്ടാവും. ഫുള്ള് വണ്ടികളും കാര്യങ്ങളല്ലേ. അതിൻ്റെ ഇടയിൽ എൻ്റെ ശബ്ദം മുങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾക്കൊന്നും കേൾക്കില്ല. കുറേ വണ്ടികളുടെ ചറപറ ശബ്ദം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആനക്കല്ലിൽ പോയിട്ട് നമ്മുടെ പാർവതീനെ എടുത്തിട്ട് ഞാനും പാർവതിയും കൂടി ബസ്സിൽ പോയി. അഭിയേട്ടൻ ഞങ്ങളെ അവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി വന്നിട്ട് അഭിയേട്ടൻ വീട്ടിൽ പോയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഞങ്ങളുടെ സ്റ്റിച്ചിങ് ക്ലാസ്. ഞങ്ങൾക്ക് ഒരു 1 ഇയറിൻ്റെ കോഴ്സ് ചെയ്യാമെന്നാട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. സംഭവം നമുക്ക് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് നമ്മളൊരു ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഞാനും പാർവതിയും കൂടി പോകണം കേട്ടോ. ഞങ്ങൾ കലപില സംസാരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളോട് വോയിസ് കറക്റ്റ് ഇട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് എങ്ങോട്ടെന്നറിയോ, അശോക ഇന്നിൽ നമുക്ക് തന്ന ലൊക്കേഷൻ അവിടേക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചമ്മിപ്പോയി. നമ്മൾ അവിടേക്കല്ല പോകണ്ടായിരുന്നത്. ഞങ്ങൾ കയറി. എന്തായാലും നല്ലൊരു സ്ഥലമായിരുന്നു, ഫുൾ AC. നല്ല ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. കണ്ടാ, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവില്ല കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ ഞങ്ങൾ 2nd ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ അവിടുത്തെ സ്റ്റിച്ചിങ് ക്ലാസ് അവിടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നല്ല സൂപ്പർ സ്ഥലമായല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അവിടെ ആയിരുന്നില്ല നമ്മളുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നത്. നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നപ്പോൾ നമ്മൾ തെറ്റി കയറിയതാട്ടാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ ചമ്മിപ്പോയി. കുഴപ്പമില്ല, സ്വാഭാവികം. നമ്മളിങ്ങനെ അന്വേഷിച്ചല്ലേ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. മറ്റേ യൂണിയൻ ബാങ്കിൻ്റെ ഒക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, PF ഓഫീസും EPF ഓഫീസൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ സ്റ്റിച്ചിങ് ക്ലാസ്സിന് ചേരാൻ പോണത്. 1 വർഷത്തെ കോഴ്സ്. അപ്പോൾ അവിടുത്തെ ടീച്ചറിനൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. ടീച്ചറുടെ പേര് സ്മിത. അപ്പോൾ ആ ബാച്ചിൽ പിള്ളേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. 1 വർഷത്തിൻ്റെ കോഴ്സിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഓഗസ്റ്റ് തൊട്ടിട്ട് ചേരാന്നാട്ടാ വിചാരിച്ചു കൊടുക്കണേ. അപ്പോൾ ടീച്ചറിനെ പരിചയപ്പെട്ടതാട്ടാ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാട്ടോ. വലിയ സീനില്ല. ഇനി നമ്മൾ പോണത് എങ്ങനെയാണെന്നറിയോ, ശക്തന്റെ കൊട്ടാരം കാണാൻ. പിന്നെ നമ്മൾ ആകാശപാത കാണാൻ പോവും. ഫുള്ള് കറക്കം. ശക്തി വെയില്. നമ്മളിപ്പോ എങ്ങനെ പോണേ, ഞങ്ങളിപ്പോ ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം കാണാൻ പോകുന്നു കേട്ടോ. പാർവതിയുടെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ട് ആകാശപാതയിൽ വെച്ച് റീലെടുക്കാൻ. അത് ഞങ്ങൾക്ക് പോണ വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങള് നടന്നു കേട്ടാ. ഞങ്ങൾ നടന്ന് വയ്യാണ്ടായിട്ടുണ്ട്. ഇനി ഞങ്ങള് കുറച്ച് പരദൂഷണം പറയട്ടെ കേട്ടാ. ഇനി നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. സൺകിസ്ഡ് അല്ല, സൺഫ്രൈ ആവും ഞങ്ങള്. അയ്യോ, വയ്യാണ്ടായിട്ടാ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ തൃശ്ശൂർ നഗരത്തിൻ്റെ തിക്കും തിരക്കും ബഹളമൊക്കെ. അപ്പോൾ ഞങ്ങൾ ശക്തൻ്റെ കൊട്ടാരത്തിലേക്ക് ആദ്യക്ക് പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ പാർവതിയുടെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവളെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവളുടെ പേര് സീമ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ടത് കേട്ടാ. അപ്പോൾ നമ്മൾ മറ്റേ തുരങ്കം അതിൽ കൂടി ഇട്ടാ. അപ്പോൾ നമുക്ക് എന്താ പറയുക, റോഡിൻ്റെ അപ്പുറം നമ്മൾ ഇതിലേക്കൂടെ കടന്നുല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ വടക്കുന്നാഥൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്ന് ഒരു വിധായി. നമ്മൾ ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടക്കണം കേട്ടാ. അപ്പോൾ ഏകദേശം നമുക്കിനി കുറച്ച് ഐസ്ക്രീം കഴിക്കാം. എന്തായാലും നടന്ന് തളർന്നു, വയ്യാണ്ടായി. അപ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 2 ഐസ്ക്രീം കഴിക്കണം. എങ്കിലും മേടിച്ചോ? ആ മതി.
അവൾക്ക് പൊട്ടിയത്. പക്ഷെ അവൾക്ക് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് പൊട്ടിച്ച കാരണം അവൾക്ക് ഹൃദയ വിശാലത കാരണം അവള് പറഞ്ഞു വേണ്ടാന്ന്. കുഴപ്പമില്ല, അപ്പൊ ഇങ്ങനെ തിന്നോട്ടാ, ഞാൻ ഇങ്ങനെ കഴിക്കാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ അധികം ആട്ടണില്ല, പോണു അധികം ആക്രമിച്ചാൽ നിലത്ത് വീഴും. അപ്പൊ ഞങ്ങൾ തിന്നട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, സീമ. അപ്പൊ സീമേനും കൂട്ടിയിട്ടാണ് ഞങ്ങള് ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം കാണാൻ പോണത്. ഇന്ന് ഞങ്ങളെ ഗേൾസ് ട്രിപ്പ് ആട്ടാ. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിക്കാൻ പോണു ഞങ്ങള്. അടിച്ചു പൊളിയൊന്നുമില്ല, 3 മണിയുടെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ കയറണം എന്നിട്ടാലും. എന്നാലും മാക്സിമം നമ്മള് അടിച്ചു പൊളിക്കും. അപ്പൊ പോയിട്ട് വരാം. NCCയുടെ എന്തോ പരിപാടിയാ. ഞങ്ങളോട് അപ്പൊ കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല പൂക്കട, നല്ല പൂക്കടയിലല്ല, നല്ലൊരു നീലക്കട, നല്ലത് യൂണിഫോം, മാച്ച് അടിപൊളി. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥനെ കണ്ടുവന്ന് തൊഴാനും പോയില്ല കേട്ടാ, ജസ്റ്റ് പുറത്ത് നിന്നിട്ട് തൊഴുതു. ഇനി നമ്മള് കുറെ നേരമായി ശക്തന്റെ കൊട്ടാരം കാണാൻ പോവാ, കട്ടാരമണി. ഇനി ലാസ്റ്റ് ആയിട്ടാ നമ്മൾ ശക്തന്റെ കൊട്ടാരം കാണാൻ പോവാ. അത് കഴിഞ്ഞിട്ട് കോഫി ഹൗസിൽ കയറിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കും. പിന്നെ ഞങ്ങൾ ആകാശപാത കാണും, കുറച്ച് റീൽസ് എടുക്കും. റീൽസ് റാണിതേ നടക്കുന്നു. അപ്പൊ ഞങ്ങൾ തകർക്കുന്നു. ഇനിയിപ്പോ എന്തായാലും ശക്തന്റെ കൊട്ടാരത്തിലേക്ക് കേട്ടാ, മാറ്റില്ലല്ലോ ശക്തന്റെ കൊട്ടാരത്തിലേക്ക്. ഗേൾസ് ഡേ ട്രിപ്പ് പൊളി വൈബ്. ഇൻസ്റ്റാഗ്രാം റീൽസ് റാണികളായിട്ട് 2 പേര് കണ്ടില്ലേ. എനിക്ക് വലിയ അഭിനയ ഉലപതി അല്ലാത്ത കാരണം ഞാൻ പിന്നെ അവരെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അവർ ചെയ്യുന്ന കണ്ടില്ലേ, നല്ല കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടാണ് പോണത് ശക്തൻ്റെ പാലസ് കാണാൻ വേണ്ടിയിട്ട്. പോയ പോലെ നമ്മൾ തിരിച്ചു പോന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സമയം കഴിഞ്ഞു, അവിടെ നമ്മളെ കയറ്റിയില്ല എന്നല്ല, അവിടെ ഗേറ്റ് അടച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡിട്ട് അവിടെ ഒരു നീരാളി പോലത്തെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റ് കാണാൻ പറ്റില്ല. ശക്തൻ്റെ കൊട്ടാരം നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഈ ഓട്ടോയിൽ ഇരിക്കുമ്പോഴേ നല്ല ശബ്ദം പറയുന്നു കേട്ടോ. അത് കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആക്ഷൻസ് കണ്ട് നിങ്ങളാരും പേടിക്കരുത്. അപ്പോൾ നമുക്കിനി എവിടെയാണ് സ്ഥലം? അക്ഷയ ഹോട്ടൽ. നമ്മുടെ സീമ പറയേ അക്ഷയ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചാൽ മതിയെന്ന്. എന്നാലും നല്ല വിഷമമുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം ആക്രാന്ത പുരസ്കാരം പറയുന്നത് ശക്തൻ്റെ കൊട്ടാരം കാണണം എവിടെ നടന്നില്ല. അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചതേ നമ്മുടെ അക്ഷയ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. നമുക്കപ്പോൾ ഫാമിലി റെസ്റ്റോറൻറ്റാണ് കിട്ടിയത് മേലത്തെ ഇതിൽ. അപ്പോൾ സീമ ഫസ്റ്റ് പോകുന്നുണ്ട് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കുള്ള സ്ഥലം പിടിക്കും. വെറുതെ വന്നതാട്ടോ, അവിടെ അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ നോക്കിയാൽ ഞാനും പാർവതിയും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ചിക്കൻ ബിരിയാണി വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. അപ്പോൾ സീമ പിന്നെ കാലത്ത് ഈ പറയുന്ന പോലെ വെള്ളയപ്പം ചിക്കൻ സ്റ്റൂ എന്തോ കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അവൾക്ക് ചിക്കൻ ഒന്നും വേണ്ട, അവൾക്ക് സാധാ സദ്യ ചോറ് മതി എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ സദ്യ ചോറൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന കാരണം ബിരിയാണി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ഉച്ചയ്ക്ക് ബിരിയാണി വിട്ടൊരു കളിയില്ല. അപ്പോൾ എനിക്ക് ആ പാത്രം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്ത് രസമല്ലേ, വീട്ടിൽ പറഞ്ഞാൽ മേടിക്കണം എന്തിട്ടായാലും. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചു തുടങ്ങി. പക്ഷേ വിചാരിക്കണം പോലെ ഒന്നല്ല കേട്ടോ, ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കിട്ടിയ മുഴുവൻ കഴിക്കണമെന്ന്. എവിടെ ഞാനും പാർവതിയും ഒരു കഴിച്ച് പകുതിയാകുമ്പോഴേക്കും വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ബിൽ പേ ചെയ്ത് നമ്മളിനി എങ്ങോട്ടാണ് പോണത്? തൃശ്ശൂർ ഫിഷ് മാർക്കറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ കുറേ മീനുകൾ. നമ്മൾ മീനുകളെ കാണാത്തൊന്നുമല്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഹാർബർ ഉള്ളതായ കാരണം നമ്മൾ നല്ല പിടയ്ക്കണ മീനെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ ഐസിട്ട മീൻ. അതുമാത്രമല്ല കുറേ മീനുകളുണ്ട് കേട്ടോ, ഞണ്ട്, മഞ്ഞക്കോര, പിന്നെ പേരറിയാത്ത കുറേ സാധനങ്ങൾ, വാള, വ്യാളി, അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ പേര് പറയരുത് കേട്ടോ. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടു, അവരായിട്ട് കമ്പനിയായി. അങ്ങനെ നമ്മൾ സീമയ്ക്കാണ് കേട്ടോ മീൻ മേടിക്കാൻ വേണ്ടി വന്നത്. സീമ ഉണക്കമീൻ മേടിക്കാൻ വേണ്ടി പോയി. നമുക്ക് പിന്നെ ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് സുലഭമായി കിട്ടുന്ന കാരണം നമുക്കിതൊന്നും ഒരു പുത്തരിയല്ല. അങ്ങനെ സീമ കുറച്ച് ഉണക്കമീനും പച്ചമീനൊക്കെ മേടിച്ചു. ഇനി നമ്മൾ നേരെ എങ്ങടെ പോകണമെന്നറിയോ? ആകാശപാത കാണാൻ, സ്കൈ വാക്ക് കാണാൻ പോണ്. റീൽസ് റാണികൾക്ക് അവിടെ നിന്നിട്ട് കുറച്ച് റീൽസ് എടുക്കണമെന്ന്. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടം അങ്ങനെ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് തന്നെ കേട്ടാ, ഓട്ടോ വിളിച്ചില്ല, കുറച്ച് നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ നിന്ന് വേഗം നടന്നു പോന്നു. കുട്ടിയൊക്കെ ഒലിച്ചു പോയി. നാച്ചുറൽ ബ്യൂട്ടി
ഇന്നത്തെ നമ്മളുടെ അടിപൊളിയായിരുന്നു അല്ലെ? ഇന്നത്തെ നമ്മളുടെ നമ്മളൊരു റെയിലെടുക്കാൻ പോവാം. അവര് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാട്ടാ, അവര് കലാതിലകങ്ങളാണ്. അവർ ഫുള്ള് പ്ലാൻഡ് ആയിരുന്നു കേട്ടാ. അവർക്ക് ഇന്ന റീൽ എടുക്കണം, കംപ്ലീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ. അവർ പക്കെന്ന് പറയാം നല്ല പാർവതി പിന്നെ നല്ല ഡാൻസറാണ്. അവൾ പെട്ടായിട്ട് കളിക്കട്ടാ. നല്ല രസമാണ്. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. പുതിയ ഫ്രണ്ടിനെ കിട്ടി. അതുപോലെ തന്നെ പാർവതി ലൈവ് എടുത്തു കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ. സുന്ദരികളായി ഞങ്ങൾ 3 പേരും. അങ്ങനെ നമ്മൾ നോക്കിയേ ഡാൻസ് മേള കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇനി പോവാ. ബൈ ബൈ, ടാറ്റാ. ടാറ്റ കൊടുക്ക് സീമ. അപ്പൊ സീമേരെ നോക്കിയാ നമ്മുടെ പാർവതിയുടെ ഫ്രണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ സീമ. ടാറ്റ. അപ്പൊ ഇന്നത്തെ ഗേൾസ് ട്രിപ്പ് പൊളിയായിരുന്നു, അടിപൊളി. ഞാൻ അടുത്ത പ്രാവശ്യം അല്ലേ? ടാറ്റ, ബൈ ബൈ.